മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നതിന് മുമ്പ് നാം ഒന്ന് വളരെ ആഴത്തിലൊന്ന് അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. എവിടെയാണ് തെറ്റ് പറ്റിയത്, അത് അനലൈസ് ചെയ്ത് പോകുമ്പോൾ നമ്മുടെ ഭാഗത്താണ് തെറ്റ് എന്ന് മനസ്സിലാകുമ്പോൾ നമുക്ക് മറ്റുള്ളവരെ കുറ്റം പറയാനായിട്ട് സാധിക്കില്ല. ഇനി മറ്റുള്ളവരെ വഴിയാണ് അത് സംഭവിച്ചതെങ്കിൽ അത് നമ്മൾ ഒരു വൈരാഗ്യബുദ്ധിയോടുകൂടി മനസ്സിൽ വയ്ക്കാതിരിക്കേണ്ടതുണ്ട്. ഈ വൈരാഗ്യം, നമ്മൾ ശത്രുവിനെ പോലും സ്നേഹിക്കാൻ യേശുദേവൻ പറഞ്ഞതിൻ്റെ കാരണമാണ് നമുക്കൊരെതിരെ ചെയ്ത കാര്യങ്ങൾ ഒരു ആൾ ചെയ്താൽ അയാൾ നമ്മളെ ശത്രുവായിട്ട് കണ്ട് നമ്മളോട് ചെയ്താൽ നമ്മൾ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ നമ്മുടെ കൂടെ ചേർക്കുക എന്നല്ല, അതിൽ നിന്ന് നമ്മൾ പാഠം ഉൾക്കൊള്ളണം. അദ്ദേഹത്തെക്കുറിച്ചുള്ള വെറുപ്പും വിദ്വേഷവും അദ്ദേഹത്തിനെതിരായിട്ടുള്ള നമ്മുടെ പ്രവർത്തനങ്ങളും നാം നിർത്തിവെക്കണം. അത് നമുക്ക് തന്നെയാണ് വിനയായിട്ട് അവസാനം വരിക എന്നുള്ളത് അറിയണം. അതുകൊണ്ടാണ് ശത്രുവിന് വേണ്ടി നമ്മുടെ ചിന്തകളിലുള്ള വെറുപ്പും വിദ്വേഷവും അത് നമ്മിൽ നിന്നും പുറപ്പെടുമ്പോൾ അധിക ഭാഗവും നമ്മിൽ തന്നെ കെട്ടിക്കിടക്കും, ഈ നെഗറ്റീവ് ഫോഴ്സ് ഓഫ് എനർജീസ്. അത് നമുക്ക് തന്നെ പിന്നീട് ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും കടന്നു ചെന്ന് നമുക്ക് അത് രോഗമായിട്ട് മാനിഫെസ്റ്റ് ചെയ്യും. മുട്ടുവേദന, കാലുവേദന, പുറവേദന, ബാക്ക് പെയിൻ, ഇങ്ങനെ ഒട്ടനവധി അല്ലെങ്കിൽ അസ്വാസ്ഥ്യങ്ങൾ, മാനസിക പിരിമുറുക്കങ്ങൾ, ഇതൊക്കെ ഉണ്ടാക്കാനായിട്ട് ഈ ഊർജ്ജങ്ങൾ നമ്മിൽ നിന്നും ജനറേറ്റ് ചെയ്ത ഈ നെഗറ്റീവ് ഫോഴ്സിനെ അത് പുറന്തള്ളിക്കളഞ്ഞാലും അത് വീണ്ടും നമ്മിലേക്ക് തന്നെ പ്രവേശിക്കും. അപ്പോൾ നാം മറ്റുള്ളവരെ കുറ്റം പറയുമ്പോൾ ഓർക്കുക, നമ്മിലേക്ക് ചീത്ത ആയിട്ടുള്ള എന്തോ കടക്കാൻ പോകുന്നു. ആ ചീത്ത ഊർജ്ജം നമ്മിലേക്ക് കിടക്കുമെന്നറിയാം. മറ്റുള്ളവരെ വിമർശിക്കുമ്പോഴും ക്രിട്ടിസൈസ് ചെയ്യുമ്പം സ്ലാൻഡറസ് സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ഓർക്കേണ്ടതുണ്ട്, നമ്മുടെ ഊർജ്ജ അവബോധം നമ്മുടെ ചുറ്റിനും നിലനിൽക്കുന്ന ഈ ഓറിക് പവർ കുറഞ്ഞു പോവുകയും നമ്മുടെ ചക്രകൾക്കൊക്കെ സ്ട്രെങ്ത് കുറയുകയും അതിൽ കൂടെ ദുഷിച്ച ഊർജ്ജങ്ങൾ കടന്നു വരാനായിട്ട് കാരണമാകും. പ്രകൃതിയിൽ തന്നെ തനതായി ജന്മമെടുത്ത ദുഷിച്ച അല്ലെങ്കിൽ അപകടങ്ങളുണ്ടാക്കുന്ന തരത്തിലുള്ള നെഗറ്റീവ് ബീയിങ്ങുകളുണ്ട്, അവർക്ക് നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുക. അപ്പോൾ നാം എപ്പോഴും സത് ചിന്തകളുള്ളവരായിരിക്കുക എന്നുള്ളതാണ് പ്രധാനം. മറ്റുള്ളവർക്കെതിരെ വഴക്കും വിദ്വേഷവും വെറുപ്പും അസൂയയും ഒക്കെ നാം ഉള്ളിൽ നിന്ന് പ്രകടിപ്പിക്കുമ്പോൾ, ശബ്ദത്തിലല്ല ഉള്ളിൽ തന്നെ പ്രകടിപ്പിക്കുമ്പോൾ, അതിൽ നിന്നും ഉരുത്തിരിയുന്ന ഊർജ്ജങ്ങൾ നമ്മെ തന്നെ കണ്ടാമിനേറ്റഡ് ആക്കി നമ്മുടെ ഊർജ്ജ വലയം നമ്മളെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി പവർ, നമ്മുടെ ചുറ്റുമുള്ള ഓറകൾ നമ്മളെ സഹായിച്ചു കൊണ്ടിരിക്കുന്നതിൽ നിന്നും ശക്തിക്ഷയം സംഭവിക്കും. കാരണം ഈശ്വരീയമായ കടന്നുവരവ് കുറഞ്ഞു പോകും. അപ്പോൾ നമുക്ക് ഭവിക്കുന്നത് നന്മയായിരിക്കില്ല, അത് കൂടുതൽ രോഗങ്ങൾക്കും പ്രതിസന്ധികൾക്കും കാരണമാകുന്നു എന്ന് തിരിച്ചറിയണം. അപ്പോൾ ശത്രുവിനെ സ്നേഹിക്കാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഇതാണ്. ശത്രു ഒരു കാര്യമുണ്ടായാൽ അതന്നെ ഓർത്തുകൊണ്ടിരുന്ന് അതിനെക്കുറിച്ച് വിദ്വേഷത്തോടും വെറുപ്പോടും കൂടി ഇരിക്കുമ്പോൾ ആ ഊർജ്ജം നമ്മിൽ തന്നെ അക്യുമുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ആക്സെപ്റ്റ് വാട്ട് ദേ ആർ, എന്നിട്ട് അവരായിട്ട് അകലം പാലിക്കുക. അവരുടെ സ്നേഹമൊന്നും വേണ്ട, പക്ഷേ വെറുപ്പോടു കൂടി ചിന്തിക്കുമ്പോൾ ആ വെറുപ്പിൻ്റെ ചിന്ത നമ്മിൽ തന്നെ നിറഞ്ഞു നിൽക്കും എന്നുള്ളതും അത് നമുക്ക് രോഗമുണ്ടാക്കുമെന്നും അറിയേണ്ടതുണ്ട്. പിന്നെ പലതവണ ശ്രമിച്ചിട്ടും ചില കാര്യങ്ങൾ ശരിയാവുന്നില്ലെങ്കിൽ, ഇപ്പോൾ വലിയൊരു മതിൽ മുന്നിലുണ്ട്, അത് ചാടിക്കടക്കാനായിട്ട് നാം ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എത്ര ചാടിയാലും അത് മറികടക്കാൻ സാധിക്കുന്നില്ല എന്ന് മനസ്സിലാവുകയാണെങ്കിൽ അതിന് വേറെ മാർഗം നോക്കേണ്ടതുണ്ട്. എവിടെന്നെങ്കിലും ഒരു ഏണി കൊണ്ടുവന്ന് വെക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ അതിനെ വശം ചുറ്റി പോകേണ്ടതുണ്ട്. പക്ഷേ ഇന്നത്തെ നൂതന ക്വാണ്ടം ഫിസിക്സൊക്കെ പ്രകാരം നമുക്കൊരു ക്വാണ്ടം ടണലുണ്ടാക്കി പോകാമെന്ന് പറയുന്നുണ്ട്. പരമാണുക്കളായിട്ടുള്ള അതിനുള്ള ശേഷി ഉണ്ടെന്നാണ് പറയുന്നത്. അതിൻ്റെ ഉള്ളിൽ കൂടെ അതിൻ്റെ ഏറ്റവും കൂളിംഗ് പാർട്ടിലേക്ക് അയണുകളെ വളരെ താഴേക്ക് കൊണ്ടുവന്ന്, ഇതിപ്പോൾ പുതിയ കണ്ടുപിടുത്തമാണ്. ഇപ്പോൾ നോബൽ സമരം കിട്ടിയത് അതിനാണ്, ക്വാണ്ടം തിയറികളനുസരിച്ചാണ്. അപ്പോൾ ഈ ക്വാണ്ടം തിയറി അനുസരിച്ച് നമ്മെ പരമാണുക്കളാക്കി നമുക്ക് ആ മതിലിൽ കൂടെ കടന്നു പോകാനാവുമെന്ന് ശാസ്ത്രം തെളിയിച്ചു കൊണ്ടിരിക്കുന്നു. അത് അത്ര ഈസി ആയിട്ട് ആവുമെന്നല്ല, അത് ഇനി അതിൻ്റെ കാര്യങ്ങൾ അത് വലിയ വലിയ മാറ്റങ്ങൾക്ക് കാരണമായി തന്നെ ഇരിക്കുകയാണ് ഈ ശാസ്ത്രത്തിൻ്റെ കണ്ടുപിടുത്തത്തിൽ.
ഇവിടെ മതിൽ നമുക്കിപ്പോൾ ഒരു ഫിസിക്കൽ വലിയൊരു മതിൽ ചാടി കിടക്കാൻ നമുക്ക് പറ്റാതെ വരികയാണെങ്കിൽ നാം അതിൻ്റെ മുകളിലേക്ക് എടുത്ത് ചാടിക്കൊണ്ട് കുറേ നേരം ചാടിക്കൊണ്ടിരുന്നാൽ അത് നമുക്ക് കൂടുതൽ ഉയരത്തിലേക്ക് ചാടാൻ പറ്റുമെന്ന് ഇല്ല എന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ നമുക്ക് അതിന് വേറെ വഴി നമുക്ക് കണ്ടെത്തേണ്ടതുണ്ട്. ചാടി 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 തളരാതെ മറുപുറം കടക്കാൻ, അതായത് ജോലിക്ക് നമ്മൾ പഠിച്ച ആ സബ്ജക്റ്റ് തന്നെ ജോലിക്ക് നമ്മൾ ശ്രമിച്ചു കൊണ്ടിരുന്നാൽ അത് പലതവണ അതിൽ പോയിട്ട് നമ്മൾ ഫെയിലിയർ ആവണമെങ്കിൽ നമ്മൾ വേറെ ഒരു കാര്യത്തിലേക്ക് ശ്രമിക്കേണ്ടതുണ്ട് എന്നർത്ഥം. അപ്പം തളരുന്നതിന് പകരം ചാടി തളരുന്നതിന് പകരം നാം നല്ലൊരു രീതി, വേറൊരു രീതി, അതിനേക്കാളും മികച്ചതായിരിക്കുന്ന ഒരു രീതി നമുക്ക് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അത് കണ്ടെത്തി അതിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ വളരെ വിപുലമായ ഉയരങ്ങളിലേക്ക് എത്താനായിട്ട് സാധിക്കും. നാം എപ്പോഴും ചളിയിൽ തന്നെ കുടുങ്ങി നിൽക്കരുത്. നാം ഒരു തലത്തിലാണ് നിൽക്കുന്നതെങ്കിൽ നമ്മിലുള്ള കുറഞ്ഞ തലത്തിലുള്ള നെഗറ്റീവ് ഇമോഷൻസൊക്കെ ഉണ്ടെങ്കിൽ ഇന്നൊക്കെ നമ്മൾ രക്ഷപ്പെടേണ്ടതുണ്ട്. അതിൽ നിന്നും മാറി മാറ്റങ്ങൾക്ക് വിധേയമായി ഏറ്റവും മികച്ച സന്തോഷമുള്ളവനും സത്യമുള്ളവനും സമാധാനമുള്ളവനും സമൃദ്ധിയുള്ളവനുമായിരിക്കണം. തിന്മകളിൽ കൂടിയല്ലാതെ. തിന്മകളിൽ നിലനിൽക്കുമ്പോൾ നമ്മൾ ചളിയിൽ പൂണ്ട് നിൽക്കുന്നതിന് തുല്യമാണ്. അതിൽ നിന്ന് മാറി നന്മയിലേക്കും പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള ശക്തികളിലേക്കും നാം വരണമെങ്കിൽ നാം ചില സാധനങ്ങൾ പരിശീലിക്കേണ്ടത് ആവശ്യമാണ്. നന്മകളിൽ നിന്ന് നമ്മുടെ ഉയർച്ചകൾ ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ ചളിയിൽ നിന്നുകൊണ്ട് താമര വിരിയുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞാലും ചളിയിൽ പൂണ്ട് തന്നെ നിൽക്കുകയാണെങ്കിൽ താമര അതിൽ നിന്നും പുറത്തേക്ക് അതിൻ്റെ പരിണാമത്തിലേക്ക് സൂര്യനിലേക്ക് നോക്കി അത് ഉണർന്നു വന്നു. പക്ഷെ നാം ചളിയിൽ ചവിട്ടിൽ നിന്ന് നമുക്കങ്ങനെ വളരാനുള്ളൊരു സാഹചര്യമില്ല. അപ്പോൾ നാം ചളിയിൽ കൂടെയാണ് കടന്നു വന്നതെങ്കിലും ആ ചളിയെ തുടച്ചു മാറ്റി കളഞ്ഞ് ഏറ്റവും മികച്ചതായിട്ടുള്ള ഒരു ലോട്ടസ് ഫ്ലവറായി സൂര്യനെ നോക്കി പുഞ്ചിരിക്കാൻ കഴിവുള്ള ഒരു അമൂല്യമായ ബീയിങ് ആയിട്ട് നമുക്ക് മാറേണ്ടതുണ്ട്. അതിന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? നമുക്ക് യോഗപ്രാണവിദ്യയുടെ ധ്യാന പരിശീലനങ്ങളൊക്കെ പഠിച്ച് നമ്മുടെ ജീവിതത്തിലെ ചീത്തകളും മലിനമായതും നെഗറ്റീവായിട്ടുള്ള എല്ലാതിനെയും കളഞ്ഞ് നാം സംശുദ്ധിയിലേക്ക് എത്തി നമുക്ക് വളരെ ഉന്നത തലത്തിലേക്ക് എത്താനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ഞാൻ യോഗ പ്രാണവിദ്യയുടെ ഇൻസ്ട്രക്ടറാണ്, ഇന്ത്യയിലെ സീനിയർ ഇൻസ്ട്രക്ടറാണ്. അതുപോലെ തന്നെ ദ ഇന്നർ സയൻസസ് ഇന്ത്യ ട്രസ്റ്റിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നു. മാ ഷാർലറ്റിൻ്റെയും മഹാത്മാ ചോക്സുയുടെയും മഹാഗുരുജി മേലിങ്ങിൻ്റെയും ചോങ്ചിങ് മേലിങ്ങിൻ്റെയും അനുഗ്രഹത്തോടു കൂടി ഇന്ന് ഒട്ടനവധി പേരെ വർഷങ്ങളായി പഠിപ്പിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. അവർക്കൊക്കെ അവരുടെ ജീവിതത്തിൽ ഒരു പരിണാമം ഉണ്ടാക്കാനും സഹായിക്കാനായി അവർ പഠിച്ച് പരിശീലിക്കുന്നവരെല്ലാവരും മുൻനിരയിലെത്തിയതായിട്ട് എനിക്കറിയാം. നിങ്ങളും ഒരു നല്ല വഴി തിരഞ്ഞെടുക്കാം. നമ്മൾ ചളിയിലാണ് ചവിട്ടി നിൽക്കുന്നതെങ്കിൽ ഇതിൽ നിന്നും മാറി കയറി നല്ല വൃത്തിയുള്ള സ്ഥലത്ത് വന്ന് ചെളി കഴുകിക്കളഞ്ഞ് ഏറ്റവും നല്ല പാത തിരഞ്ഞെടുക്കേണ്ടതുണ്ട് എന്ന് നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട്. ജീവിതത്തിലെ കെട്ടുകൾ നീക്കി സ്വതന്ത്രനാകേണ്ട സമയമാണ് ഇതെന്ന് അതായത് ഇനി വരാനിരിക്കുന്നു എന്നുള്ളത് സങ്കല്പിക്കരുത് ഒരിക്കലും. കഴിഞ്ഞു പോയതിനെ ഓർത്ത് നാം ദുഃഖിക്കുകയും അരുത്. കഴിഞ്ഞു പോയത് ഫസ്റ്റ് ഇസ് എൻ ഹിസ്റ്ററി ആൻഡ് ഫ്യൂച്ചർ ഇസ് എൻ എ മിസ്റ്ററി. ദ പ്രസൻറ്റ് ഈസ് ദ പവർ, ദ പ്രസൻറ്റ് ഈസ് ദ ഗിഫ്റ്റ്. അതാണ് ഒരു സമ്മാനം പോലെയാണ്. ഈ നിമിഷത്തിലെ കുറിച്ച് ഓർക്കുക. ഈ നിമിഷം തൊട്ട് നാം മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുക. ചെറിയ മാറ്റങ്ങൾ വലിയ മാറ്റങ്ങളിലേക്കും, വലിയ മാറ്റത്തിന് വേണ്ടി കാത്തിരിക്കാതെ ചെറിയ മാറ്റങ്ങൾക്ക് വിധേയനായി മുന്നോട്ട് പോകുമ്പോൾ വലിയ മഹത്വത്തിലേക്ക് നാം മാറുന്നത് കാണാം. സർവേശ്വരൻ്റെ അനുഗ്രഹം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. തീർച്ചയായും നിങ്ങൾക്കൊരു ഏറ്റവും മികച്ച ഒരാളായി മാറാനായിട്ട് സാധിക്കും. ഇനി മികച്ച ഒരാൾക്ക് അതിലും മികച്ചതാവാനായിട്ട് സാധിക്കും. താങ്ക് യു. നമസ്തേ. താങ്ക് യു.